സ്റ്റോറിയുടെ അടുത്തൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞുനീർ തുള്ളിപോൽ ഭാഗം 3. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പുറത്തേക്ക് നോക്കിയിരിക്കുകയാണവൾ. ചുണ്ടും മുഖവും എല്ലാം ചുവന്നിരിക്കുന്നു. തണുപ്പിൻ്റെയാണ്, ശീലമില്ലാത്തതാണല്ലോ. അനു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്നവനെയാണ്. "എന്താ ഇച്ചായ?" അവൾ ചോദിച്ചതും അവൻ മറുപടി പറയാതെ അവളുടെ കവിളിൽ കൈവച്ച് അവളുടെ ചുവന്ന അധരങ്ങളെ സ്വന്തമാക്കി. അത് ഒരു തുടക്കമായിരുന്നു അവന് അവളിലേക്ക് ഒരു പേമാരി കണക്കെ പെയ്തിറങ്ങാൻ. ഒരു മഞ്ഞുതുള്ളിയുടെ കുളിർമ കണക്കെ അവൻ അവളിൽ പെയ്തു. പുറത്തെ മഞ്ഞിൻ്റെ തണുപ്പിനെ അതിജീവിക്കാൻ അവൻ അവൾക്ക് അവൻ്റെ ചൂട് നൽകി. നിശ്വാസങ്ങൾ, കുറുകലുകൾ, മൂളലുകൾ, അവൻ്റെ ഉള്ളിലെ അവസാന തുള്ളി ബീജവും അവൾക്കായി നൽകി അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു. നിമിഷങ്ങൾ കടന്നുപോയി. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണവൾ. രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. അനു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ കൊച്ചിന് നമ്മുടെ ശരിക്കുള്ള ഫസ്റ്റ് നൈറ്റ് ഓർമ്മയുണ്ടോ? ഇച്ചായ. അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നഗ്നമായ നെഞ്ചിൽ മുഖമിട്ടുരച്ചു. ചിണുങ്ങാതെ പറയ്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അതിലും നന്നായിട്ട് ഓർമ്മയുണ്ട്. അവൻ അവളുടെ മുടിയിഴകളിൽ ചുംബിച്ചു. 1 വർഷം കൂടുമ്പോഴാണ് എഡ്ഡിക്ക് ലീവ്. കല്യാണത്തിന് ശേഷം പോയിട്ട് പിന്നീട് 1 വർഷം കഴിഞ്ഞാണ് അവൻ തിരിച്ചു വന്നത്. അതിനിടയിൽ ഫോണിലൂടെ രണ്ടുപേരും ഒരുപാട് സംസാരിക്കും. അവൾക്ക് അവനെയും അവന് അവളെയും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. 2 മാസത്തെ ലീവിനാണ് വരുന്നത്. അവൻ വന്നതും അവൾക്ക് പറയാൻ ഒത്തിരിയായിരുന്നു. അനു ഒരു വായാടിയാണ്. എഡ്ഡി എപ്പോഴും നല്ലൊരു കേൾവിക്കാരനും. അങ്ങനെ ലീവ് തീരാൻ 2 ആഴ്ചയുള്ളപ്പോൾ അപ്പോഴും തണുപ്പുള്ള സമയമായിരുന്നു. ഈ തവണ ഊട്ടിയല്ല, കൊടൈക്കനാലായിരുന്നു യാത്ര പോയത്. എക്കോ സ്റ്റാർ റിസോർട്ട്. റൂമിൽ ഇരിക്കുകയാണ് രണ്ടുപേരും. എത്തിയപ്പോൾ രാത്രിയായി. ക്ഷീണം കാരണം അപ്പോൾ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. 3 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടൈക്കനാലിൻ്റെ ഭംഗി കാണാൻ ഇരുവരും ഇറങ്ങി. ഇരുവരും ഒരുമിച്ച് നടക്കുമ്പോഴും രണ്ടുപേരുടെ ഉള്ളിലും പ്രണയം നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒരു ചേർത്ത് പിടിക്കൽ, അല്ലെങ്കിൽ ഒരു ചെറു ചുംബനം, അങ്ങനെയൊക്കെ ആയിട്ട് അവർ പരസ്പരം പ്രണയം കൈമാറി. ഇരുവരുടെയും ഉള്ളിൽ പരസ്പരം ഒന്നാവാനുള്ള മോഹം കൂടി വന്നു. രാത്രി രണ്ടുപേരും റൂമിലെത്തി. ഫ്രഷായി വന്നു. പുറത്ത് എന്ത് തണുപ്പാണല്ലേ? ശരിയാണ്, നമുക്ക് കുറച്ചു നേരം ബാൽക്കണിയിലിരിക്കാം. കോടമഞ്ഞ് വരുന്നത് കാണാം. സ്വെറ്റർ എടുത്തിട്. ഓക്കേ. രണ്ടുപേരും ബാൽക്കണിയിൽ പോയിരുന്നു. ഇന്നത്തെ വിശേഷം മുഴുവൻ, കണ്ട ചെറിയ കാര്യങ്ങൾ പോലും അവനോട് പറയുകയാണ് അവൾ. അവൻ പതിവ് പോലെ യാതൊരു മടുപ്പും കൂടാതെ അവളെ കേട്ടിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. അതേയ്, അവൾ അവനെ വിളിച്ചു. മേ ഐ കിസ് യു? അതാണ് അവൻ തിരിച്ചു ചോദിച്ചത്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ പ്രണയത്തിനപ്പുറം മറ്റെന്തോ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഭാവം. അവൻ അവളുടെ കവിളിൽ കൈവച്ചു. അവളുടെ കണ്ണുകളിൽ സമ്മതഭാവം. പറയനു, ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ? ഇനിയും സമ്മതം വേണോ? വേണം. അവൻ്റെ മറുപടിയും വന്നു. കിസ് മീ. അവളുടെ പതിഞ്ഞ വിറയാർന്ന ശബ്ദം. അവൻ്റെ ചുണ്ടുകൾ അവളുടേതിലേക്ക് ചേർന്നു. അവൾ ഒന്ന് ഞെരുങ്ങി. ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം കോർത്തു. ഗാഢമായ ചുംബനം. ഇച്ചായ. അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആദ്യമായിട്ടാണ് അവളുടെ നാവിൽ നിന്നും ഇച്ചായ എന്ന് വിളിക്കുന്നത് കേൾക്കുന്നത്. മറ്റുള്ളവരോട് പറയുമ്പോൾ ഇച്ചായൻ എന്ന് പറയുമെങ്കിലും നേരിട്ട് വിളിച്ചിട്ടില്ല. ഒന്നുകൂടെ വിളിക്ക്. അവൻ അവളുടെ കഴുത്തിൽ ഒന്ന് നുണഞ്ഞു. ഇച്ചായ. പറ്റുന്നില്ല കൊച്ചേ, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അവൾ എന്തു പറയണം എന്ന് അറിയാതെയിരുന്നു. ഈ നിമിഷം ഒന്നാകാൻ താനും ആഗ്രഹിക്കുന്നു. ഇച്ചായ. ഞാൻ എടുത്തോട്ടെ? എന്ത്? നിന്നെ ഞാൻ എടുത്തോട്ടെ? അവൾ മിണ്ടിയില്ല. പറയ്, സമ്മതമാണോ? അവൾ മൂളി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖം ആകെ ചുവന്നിരിക്കുന്നു. അനു.
അകത്തേക്ക് പോകാം. അവൻ അവളുടെ ചെവിയിൽ സ്വകാര്യമായി ചോദിച്ചു. അതിനും അവൾ മൂളി. അവളുമായി അവൻ അകത്തേക്ക് കയറി. ബാൽക്കണി ഡോറും വിൻഡോ കർട്ടനും എല്ലാം മൂടി. അവൾ അവനെ ഉറ്റുനോക്കി കട്ടിലിൽ കിടക്കുകയാണ്. അവൻ അവളുടെ അടുത്തായി വന്ന് കിടന്നു. അപ്പോഴും തണുപ്പുണ്ട്. അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ ഒന്ന് പിടഞ്ഞു. നീ ആഗ്രഹിക്കുന്നുണ്ടോ അനു? അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് അപ്പോഴേക്കും അവൾ അവനെ തടഞ്ഞു. ഞാനും ആഗ്രഹിക്കുന്നു ഇച്ചായൻ്റേത് മാത്രമാവാൻ. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി. തുടരും. അപ്പോൾ അടുത്ത ഭാഗത്തിനായി എല്ലാവരും കാത്തിരിക്കുക. കേൾക്കുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഭാഗമായി വരുന്നത് വരെ ഓക്കെ, ബായ്.